ഹലോ ക്യൂട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹലോ, എൻ്റെ പേര് നയൻതാര. നിങ്ങൾക്ക് ഈ ചാനൽ ഏതെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അല്ല, നിങ്ങൾക്ക് ഈ ചാനൽ ഏതെങ്കിലും ഒരു വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയാണ് ആക്ച്വലി നിങ്ങൾ മേക്കപ്പ് റിമൂവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോ. പലർക്കും അറിയത്തില്ല. പലരും പറയും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിമ്പിൾ വരും, മേക്കപ്പ് എനിക്ക് സൂട്ട് ആവത്തില്ല, മേക്കപ്പ് ചെയ്ത് എനിക്ക് അങ്ങനത്തെ ഇഷ്യൂ വരും, ഇങ്ങനത്തെ ഇഷ്യൂ വരും എന്നൊക്കെ പറയാറുണ്ട്. അതിന് മെയിനായിട്ടൊരു കാരണം നിങ്ങൾക്ക് എങ്ങനെ കറക്റ്റായിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യണം എന്നറിയത്തില്ല. മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന വെച്ചാൽ പുറമേ നിങ്ങൾ നോക്കുമ്പോൾ ഇതെല്ലാം പോയെന്നല്ല, ആക്ച്വലി ഡീപ്പായിട്ട് നമ്മുടെ മേക്കപ്പ് കുറച്ച് സ്കിന്നിലോട്ട് അബ്സോർബ് ആകും. അതിൽ നിന്ന് പ്രോപ്പറായിട്ട് ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യണം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മേക്കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഹൈ എൻഡ് ബ്രാൻഡ് ആയാലും, എത്ര പുതിയ പ്രൊഡക്റ്റ് ആയാലും, എത്ര ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് പിമ്പിൾസ് വരും. സോ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ മേക്കപ്പ് ഇടാറില്ലല്ലോ, പിന്നെ എനിക്ക് ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. നിങ്ങൾ ഈവൻ സൺസ്ക്രീൻ മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾ പ്രോപ്പറായിട്ട് ക്ലെൻസ് ചെയ്തിരിക്കണം. സോ നമുക്ക് കൂടുതൽ വൈകിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ ഈ മുടി ഒന്ന് കെട്ടി വെക്കട്ടെ, ഇതെല്ലാം എൻ്റെ വായിക്കകത്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചില കാര്യങ്ങളും കൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മെയിൻലി അബൌട്ട് ഇൻസെക്യൂരിറ്റീസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയാമായിരിക്കും, പലർക്കും അറിയായിരിക്കും അല്ലേ. നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സ്വന്തമായിട്ട് അതൊരു കുറവാണ് എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ പിമ്പിൾസ്. നമുക്കിപ്പം ഒരുപാട് പിമ്പിൾസ് ഉണ്ട്. അപ്പോൾ എനിക്കതിൽ കോൺഫിഡൻസ് ഇല്ല. ഞാൻ എൻ്റെ മേക്കപ്പ് ഇല്ലാണ്ട് എൻ്റെ സ്കിൻ എനിക്ക് മറ്റുള്ളവർ കാണുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പിമ്പിൾസ് എനിക്ക് ഇൻസെക്യൂരിറ്റിയാണ്. അതാണ് ഇൻസെക്യൂരിറ്റി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ? മേക്കപ്പ് ക്ലെൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു കോട്ടൺ പാഡ് അല്ലെങ്കിൽ ടിഷ്യൂ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കോട്ടൺ പാഡാണ് യൂസ് ചെയ്യുന്നത്. നോർമൽ ടിഷ്യൂ ആയാലും മതി, നോർമൽ കോട്ടൺ ആയാലും മതി, കുറച്ച് സ്ക്വയർ ആയിട്ട് വല്ലതും കട്ട് ചെയ്തെടുത്താൽ മതി. ഫസ്റ്റ് ഞാനൊരു മൈസെല്ലർ വാട്ടർ യൂസ് ചെയ്തിട്ടാണ് ക്ലെൻസ് ചെയ്യുന്നത്. മൈസെല്ലർ വാട്ടർ, ഗാർണിയർ മൈസെല്ലർ വാട്ടറാണിത്. ഇത് ഈവൻ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഒരുപാട് പ്രസ് ചെയ്യാതെ പൈപ്പ് ചെയ്യണേ, കാരണം നമുക്ക് ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. എങ്ങനെയായിരിക്കും ഈ ഇൻസെക്യൂരിറ്റീസ് നമ്മുടെ ഉള്ളിൽ വരുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഇതെല്ലാം തുടങ്ങിയത് എവിടുന്നാണെന്നറിയോ? നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്നായിരിക്കും. മിക്കവർക്കും 90% ആളുകൾക്കും ചൈൽഡ്ഹുഡിൽ നിന്നായിരിക്കും ഇൻസെക്യൂരിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ചൈൽഡ്ഹുഡിൽ എന്ന് പറയുമ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാം. എനിക്ക് കൊച്ചിൽ ഒട്ടും വണ്ണമില്ലായിരുന്നു. ഞാൻ ഭയങ്കര സ്ലിം ആയിട്ടിരുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ക്ലോസ് റിലേറ്റീവ്സ് ഒക്കെ എപ്പോഴും പറയും, ഈ കുട്ടിക്കൊന്നും കഴിക്കാൻ കൊടുക്കത്തില്ലേ, ഇവളെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, വല്ല അസുഖമാണോ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ മേ ബി അവർക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ചോദിക്കുന്നതായിരിക്കും. എന്തായാലും അത് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ അപ്പോൾ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത് എന്തോ കുഴപ്പമാണല്ലേ, അപ്പോൾ ഈ മെലിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ആളുകൾ മോശം പറയും, ആളുകൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കും എന്നുള്ളത് ആ കുട്ടിക്കാലത്തെ നമ്മുടെ തലയിൽ ഫീഡായി. നമ്മളത് അറിയുന്നില്ല, പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ്ലി അത് നമ്മുടെ തലയിൽ ഫീഡായി. അപ്പോൾ കുറേ വർഷം കഴിഞ്ഞാലും നമ്മൾ വണ്ണം വെച്ചില്ലെങ്കിൽ, നമ്മൾ അങ്ങനെ സ്ലിമ്മായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ മോശമാണ്, നമ്മളത് ഒളിപ്പിക്കാൻ നോക്കും, നമ്മളത് കവർ ചെയ്യാൻ നോക്കും. നമുക്ക് സോഷ്യൽ ഗ്യാതറിങ്സിൽ പോകാൻ പേടിയായിരിക്കും. ആളുകൾ അങ്ങനെ ആയിരിക്കുമല്ലോ വിചാരിക്കാൻ പോകുന്നത്, എൻ്റെ വണ്ണം ഇല്ലല്ലോ, അപ്പോൾ ആളുകൾ വിചാരിക്കും ഞാനൊന്നും കഴിക്കാറില്ല, അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും അസുഖമാണെന്നൊക്കെ ആളുകൾ വിചാരിക്കും. അങ്ങനെയായിരിക്കും നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ഒരുവിധമൊക്കെ തുടങ്ങുക. അതുപോലെ നമ്മുടെ ടീനേജിൽ നമ്മുടെ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടായിരിക്കും, ബുള്ളി ചെയ്തിട്ടുണ്ടായിരിക്കും. അതിലും എനിക്കൊരു എക്സാമ്പിൾ പറയണ്ടോ? ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇൻസെക്യൂരിറ്റീസ് വന്നതിൻ്റെ പിന്നിൽ ഒരു സ്റ്റോറി പറയാനുണ്ടായിരിക്കും. എനിക്ക് നല്ല ഓയിലി സ്കിന്നാണ്, അപ്പോൾ എനിക്ക് നല്ല വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരും. ഇവിടെയും നോസിലും ഒക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒരുപാട് വരും. അതുപോലെ എനിക്ക് നല്ലതായിട്ട് പിമ്പിൾസ് വരും. അപ്പോൾ എനിക്ക് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, എന്നാലും വരാറുണ്ട്. അപ്പോൾ ഈ ടീനേജ് സമയം തൊട്ടേ എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ മേ ബി ഞാൻ 10th മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. ആ സമയത്ത് എൻ്റെ ചില ഫ്രണ്ട്സ് ഇതിനെപ്പറ്റി കളിയാക്കി പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ അത് മറന്നുപോയി കാണും, അവർക്ക് ഓർമ്മ പോലും കാണത്തില്ല. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ മൈൻഡിൽ നിന്ന് അത് പോകത്തില്ല. നമ്മളിപ്പോഴും അത് ആലോചിച്ചുകൊണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു അവസരം വരുമ്പോൾ നമ്മുടെ മൈൻഡിൽ അവരുടെ ഡയലോഗ്, അവരുടെ അതേ വോയിസ് അവരുടെ അതേ ടോണിൽ, അവരുടെ അതേ ഫിഗറെല്ലാം ഓർമ്മ വന്ന് നമ്മുടെ മൈൻഡിൽ അതിങ്ങനെ പ്ലേ ആവും. അവർക്കതറിയത്തില്ല. മേ ബി നമ്മളും അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മളത് ചിന്തിച്ച് കാണത്തില്ല. എന്താ നിന്റെ മുഖത്ത് നിറച്ച് പിമ്പിളാണല്ലോ നമ്മളും ചിലപ്പോൾ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെയൊക്കെ പ്രായത്തിൻ്റെ പക്വത കുറവുകൊണ്ടാണ്, ഇമ്മെച്യൂരിറ്റി കൊണ്ടായിരിക്കും നമ്മളതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അത് ആരുടെയും തെറ്റല്ല, നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. നമുക്ക് സൗന്ദര്യത്തിനൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ ഇരുന്നാലേ ഭംഗിയുള്ളൂ കാണാൻ,
വെളുക്കണം, അല്ലെങ്കിൽ മുടി ഒരുപാട് വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം എനിക്കതില്ല കേട്ടോ. ഞാൻ എൻ്റെ ഇൻസെക്യൂരിറ്റീസിൽ നിന്നൊക്കെ ഞാൻ മറികടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങൾ മറ്റുള്ളവരെ ഇങ്ങനെ പറയാറുണ്ട്, നീ എന്താ ആകെ അങ്ങ് തടിച്ചു പോയല്ലോ, നീ ആകെ വണ്ണം കുറഞ്ഞു പോയല്ലോ, നിനക്ക് എന്തെങ്കിലും അസുഖമാണോ, നിനക്കൊന്നും തിന്നാൻ തരുന്നില്ലേ വീട്ടിൽ, അല്ലെങ്കിൽ നിന്റെ മുഖത്ത് മൊത്തം കുരുവാണല്ലോ, നിന്റെ തലയിൽ മുടിയില്ലല്ലോ, അങ്ങനെ അതും ഇതും പറഞ്ഞ് മറ്റുള്ളവരെ വിഷമിപ്പിക്കാണ്ടിരിക്കുക. നിങ്ങൾ പറയാതെ തന്നെ അവർക്കറിയാം അവരുടെ മുഖത്ത് പിമ്പിൾ ഉണ്ടെന്ന്. അവർ ഡെയിലി അവരുടെ കണ്ണാടിയിൽ നോക്കി കാണുന്നതാണ്. അവർക്ക് ഓൾറെഡി അറിയാം അവർക്ക് വണ്ണമില്ലാന്ന്. നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് അത് പറയുന്നവർക്കൊരു മനസ്സുഖമായിരിക്കും, പക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒട്ടും മനസ്സുഖമായിരിക്കത്തില്ല. ഇപ്പം നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും വിചാരിച്ചാൽ മതി, ഞാൻ ഇങ്ങനെയാണ്, ഞാനിപ്പോൾ അതിനെപ്പറ്റി അയ്യോ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, എനിക്ക് ഇത്രേ ഉള്ളല്ലോ, വണ്ണമില്ലല്ലോ, എനിക്കതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒന്നും മാറാൻ പോകുന്നില്ല. നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ നമ്മൾ മാറ്റാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പിമ്പിൾസ്, എനിക്ക് നിറച്ച് പിമ്പിൾസ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഇൻസെക്യൂരിറ്റി എന്ന് പറയത്തില്ല, പക്ഷെ എനിക്കത് മാറ്റണമെന്നുണ്ടായിരുന്നു. ഞാൻ പതുക്കെ പതുക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതൊക്കെ ഇത് ഇടയ്ക്ക് മാറ്റാറുണ്ട്. ഇടയ്ക്ക് ഞാൻ സ്കിൻ കെയർ ഒക്കെ മടി വെച്ച് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്, അപ്പോൾ വീണ്ടും വരാറുണ്ട്. എനിക്കതൊന്നും പ്രശ്നമേ അല്ല. ഞാൻ മേക്കപ്പ് ഇടാതെ ഏത് സ്ഥലത്തും പോകാൻ ഓക്കെയാണ്. അതുപോലെ ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ മൈസെല്ലർ വാട്ടർ ഇട്ട് ഞാൻ ഫേസ് ഫുൾ വൈപ്പ് ചെയ്തു. ലിപ്സ്റ്റിക് ഒക്കെ എത്ര സ്പീഡായിട്ടാണ് വന്നതെന്നുണ്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇനിയും നിങ്ങളുടെ ഫേസിൽ നല്ല കട്ടിക്ക് മേക്കപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഈ മൈസെല്ലർ വാട്ടർ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലെൻസിങ് മിൽക്ക് യൂസ് ചെയ്യാം. ക്ലെൻസിങ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്, ഞാൻ നോക്കട്ടെ. കണ്ടില്ല, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഫോട്ടോ ഇടാം. ക്ലെൻസിങ് മിൽക്ക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട്. അത് അല്ലെങ്കിൽ ഒരു മൈസെല്ലർ വാട്ടർ യൂസ് ചെയ്ത് ഒരു കോട്ടണിലോ ടിഷ്യൂലോ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോട്ടൺ ആയിരിക്കും ബെറ്റർ കേട്ടോ, കുറച്ചുകൂടി ജെന്റിൽ കോട്ടൺ ആയിരിക്കും, വെച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് നന്നായിട്ട് ഈ മേക്കപ്പിനെ എല്ലാം ഫസ്റ്റ് നന്നായിട്ട് റിമൂവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നമ്മുടെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യാൻ. നമ്മൾ ഈ ഫസ്റ്റ് ക്ലെൻസിങ് ചെയ്യാണ്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ഒന്നും കറക്റ്റായിട്ട് പോകത്തില്ല. അത് ഫേസിൽ നമ്മൾ പുറമേ നോക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് പത ഉണ്ട്, നന്നായിട്ട് ലാദർ ചെയ്ത് ഫേസൊക്കെ കഴുകി, പക്ഷെ നമ്മുടെ മേക്കപ്പ് പോകത്തില്ല. മേക്കപ്പ് അതിൻ്റെ ഇടയിലൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കും. പിറ്റേ ദിവസം നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരും. ഓക്കെ, അതുണ്ടോ ഒരു പിമ്പിൾ? എൻ്റെ ആക്നെ പ്രോൺ സ്കിന്നാണ് കേട്ടോ. ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്യാത്തതുകൊണ്ടും കൂടെ അല്ല എനിക്ക് പിമ്പിൾ വരുന്നത്. എനിക്ക് ആക്നെ പ്രോൺ സ്കിന്നാണ്, എനിക്ക് എപ്പോഴും ആക്നേസ് വന്നുകൊണ്ടിരിക്കും. സോ ഞാൻ എൻ്റെ ഫേസ് വാഷ് എടുത്തിട്ട് വരാം, 1 സെക്കൻഡ്. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇത് വായിക്കുന്ന ആർക്കെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മുടെ സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഒക്കെ ഒരുപാട് പോപ്പുലർ ആവുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇൻസെക്യൂരിറ്റീസ് കാരണമാണ്. എല്ലാവർക്കും വെളുക്കണം. കാരണം കൊച്ചിലെയൊക്കെ അവരെ ആരോ കളിയാക്കിയിട്ടുണ്ട്, കറമ്പി എന്നൊക്കെ വിളിച്ച് കളിയാക്കിയിട്ടുള്ളത് കൊണ്ടാണ് അവർക്ക് ആ ഇൻസെക്യൂരിറ്റീസ് വന്നത്. അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയയും സിനിമയും TV-യും ഒക്കെ വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ സിനിമ നടിമാരെയും ഇൻഫ്ലുവൻസേഴ്സിനെയും കുറച്ച് പോപ്പുലർ ആയിട്ടുള്ളവരെയൊക്കെ കണ്ട് അവർ അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, എനിക്കും അങ്ങനെ ആവണം എന്ന് ആഗ്രഹിച്ച് നമുക്ക് ഇൻസെക്യൂരിറ്റീസ് കുറച്ചും കൂടി കൂടാറുണ്ട്. ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. ഓരോ ആളുകളും ഇൻഡിവിജ്വലി യുണീക്ക് ആയിട്ടുള്ള ആളുകളാണ്. നമുക്ക് വേറൊരാളെ പോലെ ആവാൻ പറ്റത്തില്ല. ക്യാരക്ടർ വൈസ് നമുക്ക് വേറൊരാളെ പോലെ ആവാൻ പറ്റും ഇല്ല. പിന്നെ ലുക്ക് വൈസ്, സ്കിൻ വൈസ് ഒക്കെ എന്തെങ്കിലും നമ്മൾ വേറൊരാളെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് മാറ്റാൻ ശ്രമിക്കാം. വണ്ണം കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിൽ ജോയിൻ ചെയ്യാം, വീട്ടിൽ വർക്കൗട്ട് ചെയ്യാം. പിമ്പിൾസ് മാറ്റണമെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ മരുന്ന് കിട്ടും, സുഖമായിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ മാറ്റാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ സ്കിന്നിൽ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഞാൻ ഓക്കെയാണ്, ഞാൻ കംഫർട്ടബിൾ ആണ് എന്ന് സ്വന്തമായിട്ട് പറഞ്ഞ് പഠിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നമുക്ക് ഇതുപോലെ വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.